നമ്മുടെ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന അവസ്ഥ നോക്കിയിട്ട് വേണം ഇതെല്ലാം നമ്മൾ അനുമാനിക്കാൻ. ഇപ്പം വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളുടെ ജാതകത്തിൽ കുംഭൻ രാശിയിലോ കർക്കിടകൻ രാശിയിലോ വ്യാഴം നിൽക്കുന്നവർക്കാണെങ്കിൽ വ്യാഴം എങ്ങനെയൊക്കെ വന്നാലും വലിയ പ്രശ്നമല്ല. വ്യാഴം നീചാവസ്ഥ എന്ന് പറയുമ്പോൾ മകരൻ രാശിയിൽ മാത്രമേ വ്യാഴത്തിന് നീചത്തുള്ളൂ. അത് 5 ഡിഗ്രി ഉള്ളൂ. അതിൽ വരുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജാതകത്തിൻ്റെയും ദശാപഹാര ചിത്രങ്ങളെയും വ്യാഴത്തിൻ്റെ അവസ്ഥയും ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇതിനെപ്പറ്റി ഒരു ഉത്തരം പറയാനായിട്ട്. കാരണം വ്യാഴം ഗോചരാകുന്നു. പലരും ചോദിക്കാറുണ്ട് എൻ്റെ വ്യാഴം ഇപ്പം മുതൽ നന്നാവുക എന്ന് പറയും. എവിടെ അവർക്ക് രാഹു ഉദ്ദേശിച്ച ചൊവ്വയുടെ അപഹാരമായിരിക്കും. അപ്പോൾ പറയും വ്യാഴപ്പം നല്ലതാണ്, എനിക്ക് ബിസിനസ് നന്നാവുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം രാഹുവിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു വിട്ടു പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. നേരെ മറിച്ച് ശനി വിട്ടു പോകുമ്പോൾ ശനി എപ്പോഴും നല്ല സ്ഥലത്ത് വ്യാഴത്തിലാക്കിയിട്ട് ശനി ദശയിൽ വ്യാഴത്തിൻ്റെ അപകടത്തോടെ തീരുന്നത്. അപ്പോൾ എപ്പോഴും നല്ല സ്ഥലത്ത് എത്തിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഗോചരാലങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളും ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജാതകവും നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ അവസ്ഥയുമൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതിനെ വില കൽപ്പിക്കാനായിട്ട്.